എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു അവസരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബാങ്ക് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. പ്രധാനമായും ക്ലർക്ക്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഈ വീഡിയോയുടെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ തസ്തികയുടെ വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇനി ഈ റിക്രൂട്ട്മെന്റിന്റെ എലിജിബിലിറ്റി, വാക്കൻസി ഡീറ്റെയിൽസ്, ഏജ് ലിമിറ്റ്, സാലറി അപ്ലിക്കേഷൻ പ്രോസസ് എല്ലാം വ്യക്തമായിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ. ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഒരു ബാങ്കിംഗ് സ്ഥാപനത്തിലേക്കാണ്. തസ്തിക വരുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേഷനും ക്ലർക്കുമാണ്. ഇതൊരു സ്ഥിര ജോലിയാണ്. ഈ റിക്രൂട്ട്മെന്റിൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ള ഡേറ്റ് വരുന്നത് 2026 ഏപ്രിൽ 22 തീയതിയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 മെയ് 12 തീയതിയാണ്. അപേക്ഷ ഓൺലൈൻ വഴി മാത്രമാണ് സ്വീകരിക്കുക. ഇനി വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. 30 വാക്കൻസികളാണ് ഉള്ളത്. ഇത് സ്പോർട്സ് കോട്ട അടിസ്ഥാനത്തിലാണ്. ഇത് സ്പോർട്സ് വൈസ് വാക്കൻസി ബ്രേക്ക് ഡൗൺ ആണ്. ക്രിക്കറ്റ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 9 വാക്കൻസിയും, കബഡി മെയിലിന് 6 വാക്കൻസിയും, ഫീമെയിലിന് 5 വാക്കൻസിയും, ടേബിൾ ടെന്നീസ് മെയിലിന് 1 വാക്കൻസിയും, ഫീമെയിലിന് 1 വാക്കൻസിയും. അടുത്തത് ഫുട്ബോൾ ആണ്, മെയിലിന് 8 വാക്കൻസി. മൊത്തം 30 വാക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിലെ ഡിഗ്രി മതി. കൂടാതെ സ്പോർട്സിൽ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം. അത് ക്രിക്കറ്റ്, കബഡി, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ് എന്നിവയിലാണ്. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. പ്രായപരിധി വളരെ പ്രധാനപ്പെട്ടതാണ്. ജനറൽ കാറ്റഗറിക്ക് 20 മുതൽ 28 വയസ്സ് വരെയും, OBCക്ക് 31 വയസ്സ് വരെയാണ്, SC/STക്ക് 33 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. അപേക്ഷിക്കുമ്പോൾ ഫീസ് അടയ്ക്കണം. ജനറൽ EWS OBC വിഭാഗക്കാർക്ക് 750 രൂപയും, SC/ST ഫീമെയിൽ ആൻഡ് അതേഴ്സിന് 175 രൂപയാണ് വരുന്നത്. ഫീസ് ഓൺലൈനായി അടയ്ക്കണം. ഇനി സാലറി ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ശമ്പളമാണ്. സാലറി റേഞ്ച് വരുന്നത് 20,050 മുതൽ 58,400 വരെയാണ്. ബാങ്ക് ജോലി ആയതിനാൽ PF, മെഡിക്കൽ ബെനിഫിറ്റ്സ്, അലവൻസ്, ജോബ് സെക്യൂരിറ്റി എല്ലാം ലഭിക്കും. ഇനി ആപ്ലിക്കേഷൻ പ്രോസസ് നോക്കാം. അപേക്ഷിക്കേണ്ടുന്ന വിധം ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക, അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക, ഫീ പേയ്മെന്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്ത് പ്രിന്റ് എടുക്കുക. ശ്രദ്ധിക്കുക, തെറ്റായ വിവരങ്ങൾ നൽകരുത്. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇതിലെ ഇമ്പോർട്ടന്റ് ടിപ്സ്: അവസാന തീയതി വരെ കാത്തിരിക്കരുത്. നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിക്കുക, എലിജിബിലിറ്റി ഉറപ്പാക്കുക, ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബാങ്ക് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ ജോലിക്ക് യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.